എസ്എൽപുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിന്റെ വനിതാ ദിനാഘോഷം മുൻ എം പി അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ബിസിനസ് ഓഫീസ്, ആലപ്പുഴ ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക്, മോചിത സ്ത്രീ പഠന കേന്ദ്രം, എസ്എൽപുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. മുൻ എം പി അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. SBI ആലപ്പുഴ റീജിയണൽ മാനേജർ ജൂഡ് ജെറാത്ത് KA മികച്ച മാതൃകകളെ ആദരിച്ചു. മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനഭായ്, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഷീബായിൽ, ഷെർലി തോമസ് എന്നിവർ സംസാരിച്ചു. എന്നാൽ എൻ്റെ ഒരു ആദ്യത്തെ മീറ്റിംഗ് നടന്നതെന്നറിയോ? 1910 കാരണം ഈ 1910 മുമ്പ് തന്നെ ലോകത്ത് സ്ത്രീകൾ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുകയായിരുന്നു. കാരണം മണിക്കൂറുകളോളം ജോലി ചെയ്താലും വളരെ മിതമായ ശമ്പളം പോലും അവർക്ക് കിട്ടുമായിരുന്നില്ല. പ്രാഥമിക ആവശ്യം നിർവഹിക്കുവാനുള്ള സംവിധാനമില്ല, അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമില്ല, വോട്ടവകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു പഴയ കാലം. അങ്ങനെയാണ് ശരിക്കും ലോകമഹായുദ്ധങ്ങളുടെ എല്ലാം കാലത്തെ പ്രയാസങ്ങളെല്ലാം നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മൾ ഇന്നിവിടെ വളരെ പ്ലസൻ്റായി വളരെ സ്മാർട്ടായിട്ടൊക്കെ ഇരിക്കുമ്പോൾ 123 വർഷങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകൾ, അക്കാലത്തെ സോഷ്യലിസ്റ്റ് വനിതകൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചു ഒരു സമ്മേളനം നടത്താമെന്ന്. അതിന് നേതൃത്വം കൊടുത്ത 2 സ്ത്രീകളുണ്ട്, ക്ലാര സെത്കിനും അലക്സാൻഡ്രിയ കൊളന്തായി. ഈ 2 പേര് മറക്കാനേ പാടില്ല. അപ്പോൾ ക്ലാര സെത്കിനും അലക്സാൻഡ്രിയ കൊളന്തായി അവർ രണ്ടും ഭയങ്കര, അതിൻ്റെ കൂടെ നമുക്ക് റോസ ലക്സംബർഗിനെ കൂടെ ചേർക്കാം. വളരെ വളരെ ശക്തരായവരാണ് ഈ 3 സ്ത്രീകൾ. ലോകത്തെ ഇപ്പോൾ ഫെമിനിസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരെ പരാമർശിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അലക്സാണ്ടർ കുറിച്ച് അവരുടെ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തൊരു അഭിമാനം തോന്നും. അവർ സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ വനിതാ അംബാസഡറായിരുന്നു അലക്സാണ്ടർ കൊളന്തായി. അപ്പോൾ അവരിങ്ങനൊരു മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മീറ്റിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത പണ്ഡിത രമാഭായി അന്നത്തെ മീറ്റിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ 1910 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നടന്ന സമ്മേളനത്തിൽ അവർ അംഗീകരിച്ച ഒരു ഡിമാൻഡുണ്ട്. നോക്കി, എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്. വോട്ടവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം, ഞങ്ങൾക്കൊരു ദിവസം വേണം.